പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 16, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. എക്സസൈസ് പസഫിക് റേസ് 2025 15 സെപ്റ്റംബറിന് ആരംഭിച്ചു. ഇതെവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ഏത് കപ്പലാണ് ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ബാംബു ബേസ്ഡ് എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇതെവിടെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ഒരു വർഷം എത്ര ടൺ ബാംബു ബേസ്ഡ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? ഇന്ത്യയിലെ ആദ്യത്തെ സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച പ്രൊഫഷണൽ സ്കേറ്റർ ആരാണ്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് എക്സസൈസ് പസഫിക് റേസ് 2025 കമൻസിംഗ് 15 സെപ്റ്റംബർ 2025. 2025 സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന എക്സസൈസ് പസഫിക് റേസ് 2025 ഇത് ഇന്നലെ ആരംഭിച്ചു. 15 സെപ്റ്റംബറിന് ആരംഭിച്ചു. ഏതാണ്ട് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു മൾട്ടിനാഷണൽ 40ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണിത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 15 മുതൽ നടക്കുന്ന മൾട്ടിനാഷണൽ എക്സസൈസ് പസഫിക് റീച്ച് 2025 എവിടെയാണ് നടക്കുക? സിംഗപ്പൂരിലാണ്. ഏതാണ്ട് 40ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു എക്സസൈസ്. ഇതിൽ ഇന്ത്യൻ നേവിയും പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് പസഫിക് റേസ് 2025. ഇത് മൾട്ടിനാഷണൽ എക്സസൈസ് ആണ്. 40ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ് മൾട്ടിനാഷണൽ എക്സസൈസ് പസഫിക് റേസ് 2025 പങ്കെടുക്കുന്നത്? INS നിസ്താർ. INS നിസ്താർ എന്ന ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് ഈ പ്രാവശ്യത്തെ എക്സസൈസ് പസഫിക് റീച്ചിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നേവിയുടെ കപ്പൽ. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച INS നിസ്താർ ഏത് തരം കപ്പലാണ്? ഡൈവിംഗ് സപ്പോർട്ട് വെസൽ. ഈ കഴിഞ്ഞ ജൂലൈ 2025 നിസ്താർ എന്ന് പറയുന്ന INS നിസ്താർ ഇത് ഇന്ത്യൻ നേവിക്ക് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ബിൽഡേഴ്സ് വിശാഖപട്ടണത്താണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചിട്ടുള്ളതും. ഈ കഴിഞ്ഞ ജൂലൈയിൽ അത് കമ്മീഷൻ ചെയ്തു. ഇതൊരു ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ആണ്. അതായത് സമുദ്രങ്ങളിൽ വരുന്ന റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി, ഡൈവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കപ്പലാണ്. ഡൈവിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കപ്പലാണ് ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ആയിട്ടുള്ള INS നിസ്താർ. ഈ ഒരു കപ്പലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൾട്ടിനാഷണൽ എക്സസൈസ് പസഫിക് റീച്ചിൽ പങ്കെടുക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റഡ് ഇന്ത്യസ് ഫസ്റ്റ് ബാംബു ബേസ്ഡ് എത്തനോൾ പ്ലാന്റ്. ഇന്ത്യയിൽ ആദ്യത്തെ മുള അധിഷ്ഠിത എത്തനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈ ഒരു എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് 2025 സെപ്റ്റംബർ 14 ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ആസാമിലെ ഗോലാഘട്ട് എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ബാംബു ബേസ്ഡ് ബയോ എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് സെപ്റ്റംബർ 14 5 സംസ്ഥാനങ്ങൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു. ഈ ഒരു വേളയിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അസാമിലെ ഗോലാഘാട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബാംബു ബേസ്ഡ് ബയോ എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 48,900 മെട്രിക് ടൺ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ അസാമിൽ പുതുതായി തുറന്ന മുള അധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റിന് എത്ര ടൺ മുളകൾ ആവശ്യമാണ്? പ്രതിവർഷം 5 ലക്ഷം ടൺ പച്ചമുള. ഈ ഒരു പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന എത്തനോൾ ആണ് 48,900 മെട്രിക് ടൺസ്. ഇതിനു വേണ്ടി ഒരു വർഷം 5 lakh ടൺസ് ഓഫ് ഗ്രീൻ ബാംബു ആണ് ആവശ്യം. ആസാം മാത്രമല്ല, ആസാമിന് ചുറ്റുമുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഇവയെല്ലാം സപ്പോർട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വലിയൊരു പ്ലാന്റ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 200 കോടി വരുമാനം ഒരു വർഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആ ഏരിയയിലെ ഫാർമേഴ്സിനെ അത് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ആസാമിലെ ഗോലാഘാട്ടിൽ വന്നിട്ടുള്ളത്. ഏത് നിയമം അനുസരിച്ച് മുള ഇനി ഒരു മരമായി തരംതിരിക്കില്ല. അത് മുറിക്കുന്നതിനുള്ള നിരോധനം നീക്കുന്നു. 1927 ഇന്ത്യൻ വന നിയമം, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ഇത് പ്രകാരം മുള ഒരു മരമല്ല. അത് നമുക്ക് എത്തനോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വസ്തുവായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പ്രകാരമാണ്.
ബയോ എത്തനോളിന്റെ രാസനാമം എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ ആണ് ബയോ എത്തനോളിന്റെ രാസനാമം. കെമിക്കൽ നെയിം ഓഫ് ബയോ എത്തനോൾ ഈസ് ഈഥൈൽ ആൽക്കഹോൾ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ഫസ്റ്റ് എവർ ഗോൾഡ് അറ്റ് സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. സ്പീഡ് സ്കേറ്റിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് സ്കേറ്റിംഗ് എന്ന ആ ഒരു ഇവന്റിൽ സ്വർണം ലഭിക്കുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചൈനയിൽ നടന്ന സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ആനന്ദ് കുമാർ വേൽകുമാർ. ഇന്ത്യയുടെ പ്രൊഫഷണൽ സ്കേറ്റർ ആയിട്ടുള്ള ആനന്ദ് കുമാർ വേൽകുമാർ ആണ് ചൈനയിൽ നടന്നിട്ടുള്ള സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത്. ദ ഫസ്റ്റ് എവർ ഗോൾഡ് മെഡൽ ഇൻ സ്കേറ്റിംഗ്. അപ്പോൾ സ്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് ചൈനയുടെ ഒരു ആധിപത്യം പുലർത്തുന്ന ഒരു ഗെയിം ആണ്, ഒരു ഈവന്റ് ആണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ അതിലും ഒരു ഉയർച്ച കാണിച്ചിരിക്കുകയാണ്. സ്പോർട്സ് മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. 2025 സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ പുരുഷന്മാരുടെ 1000 മീറ്റർ സ്പ്രിന്റ് കിരീടത്തിൽ ആനന്ദ് കുമാർ വേൽകുമാറിന്റെ സമയം എത്രയായിരുന്നു? 1 hour 24 minutes 924 seconds. ആനന്ദ് കുമാർ വേൽകുമാർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 1000 മീറ്റർ സ്പ്രിന്റ് ടൈറ്റിൽ ആണ് കരസ്ഥമാക്കിയിട്ടുള്ളത്, ഗോൾഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ആനന്ദ് കുമാറിന്റെ ടൈം ആയിരുന്നു 1 hour 24 924 seconds. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഹിന്ദി ദിവസ് 2025. ദ ഫസ്റ്റ് ഹിന്ദി ദിവസ് വാസ് ഒബ്സർവ്ഡ് ഇൻ 1953. ഹിന്ദി ദിവസ് 2025 ആദ്യത്തെ ഹിന്ദി ദിവസ് 1953 ആചരിച്ചു. ഹിന്ദി ദിവസ് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു. ആദ്യത്തെ ഹിന്ദി ദിവസ് ഇത് ആചരിച്ചിട്ടുള്ളത് 1953 നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷവും ഏത് ദിവസമാണ് ഹിന്ദി ദിവസ് ആചരിക്കുന്നത്? സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 തീയതിയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഹിന്ദി ദിവസ് ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഹിന്ദി ദിവസ് ആചരിക്കുന്നത് 14 സെപ്റ്റംബറിനാണ്. 600 ദശലക്ഷത്തിലധികം ആളുകൾ സംസാരിക്കുന്ന ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ്? ഹിന്ദി. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ദ തേർഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ആണ് ഹിന്ദി. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇംഗ്ലീഷ് ഇസ് ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഗ്ലോബലി. കൂടാതെ തന്നെ വരുന്ന രണ്ടാമത്തെയാണ് മൻഡാരിൻ ചൈനീസ് ആണ് രണ്ടാമത്തെ വരുന്നത്. ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ സ്പാനിഷ്, അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഞ്ച് ആണ്. ഇന്നിപ്പോൾ ആഗോളതലത്തിൽ 1.5 ബില്യൺ സ്പീക്കേഴ്സ് ആണ് ഇംഗ്ലീഷിൽ. മൻഡാരിനിലാണെങ്കിൽ 1.1 ബില്യൺ സ്പീക്കേഴ്സ് ആണ്. ഹിന്ദി 600 മില്യൺ, സ്പാനിഷ് ആണെങ്കിൽ 560 മില്യൺ സ്പീക്കേഴ്സ് ആണ്. ഇന്ന് ലോകത്തെ 7ാമത്തെ ഭാഷയാണ് ബംഗാളി. 270 മില്യൺ സ്പീക്കേഴ്സ് ആണ് ബംഗാളി സംസാരിക്കുന്നത്. 7ാമത്തെ ഭാഷ. ഏത് രാജ്യത്താണ് ഹിന്ദി ഔദ്യോഗിക ഭാഷ? ഇന്ത്യയും ഫിജിയും. ഫിജി എന്ന രാജ്യത്ത് 3 ഭാഷകളാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒന്ന് ഫിജിയൻ, ഇംഗ്ലീഷ്, കൂടാതെ ഫിജിയൻ ഹിന്ദി. ആരുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 14 ആഘോഷിക്കുന്നത്? അത് ഹിന്ദി ദിവസ് എന്നറിയപ്പെടുന്നു. ഹിന്ദി പണ്ഡിതൻ ബിയോഹർ രാജേന്ദ്ര സിൻഹ. ഹിന്ദിയെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ബിയോഹർ രാജേന്ദ്ര സിൻഹ. അദ്ദേഹം ഹിന്ദി സ്കോളർ ആണ്. അദ്ദേഹത്തിന്റെ 50ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു സെപ്റ്റംബർ 14. ആ ദിവസമാണ് ഇപ്പോൾ സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് ആയിട്ടും ആചരിക്കുന്നത്. ഏത് വർഷത്തിലാണ് ഭരണഘടനാ അസംബ്ലി ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി അംഗീകരിച്ചത്? 1949. 1949 ഹിന്ദി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയത് എടുത്തിട്ടുള്ള തീരുമാനം. ഇത് 1949. 1953 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിന്ദി ദിവസ് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വർഷവും സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിംഗ് വൈശാലി വിൻസ് ഗ്രാൻഡ് സ്വിസ്. വൈശാലി ഗ്രാൻഡ് സ്വിസ് വിജയിച്ചു. ഇതും ഒരു വാർത്തയാണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തുടർച്ചയായ 2ാം തവണയും വനിതാ ഗ്രാൻഡ് സ്വിസ് വിജയിക്കുകയും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് യോഗ്യത നേടുകയും ചെയ്തത് ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു വൈശാലി. തുടർച്ചയായിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു വൈശാലി വിജയിക്കുന്നത്. ഇതിലൂടെ തന്നെ വരാൻ പോകുന്ന അടുത്ത വർഷത്തെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന് വൈശാലി യോഗ്യത നേടി. ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് കിരീടം വിജയകരമായി നിലനിർത്തിയ ആദ്യ ഇന്ത്യക്കാരിയായി ചരിത്രം രചിച്ചത് ആരാണ്?
ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു വൈശാലി. തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു കിരീടം നിലനിർത്തിയ വ്യക്തിയാണ് ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു വൈശാലി. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു വിജയം നേടുന്നത്. ഇത് GM രമേഷ് ബാബു വൈശാലിയാണ്. 6 വൈശാലി കൂടാതെ അടുത്ത വർഷത്തെ വനിതാ വിഭാഗത്തിലെ കാൻഡിഡേറ്റ് ടൂർണമെന്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ യോഗ്യത നേടിയിട്ടുണ്ട്? ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിയും ലോകകപ്പ് ജേതാവ് ഗ്രാൻഡ് മാസ്റ്റർ ദിവ്യ ദേശ്മുഖും. ഈ കഴിഞ്ഞ മാസമായിരുന്നു വേൾഡ് കപ്പ് ടൂർണമെന്റ്. ഇതിൽ ഇന്ത്യയുടെ GM ദിവ്യ ദേശ്മുഖ് ആണ് വിജയിച്ചിട്ടുള്ളത്. കൂടാതെ GM കൊനേരു ഹംപി ഇവർ രണ്ടുപേരും കൂടാതെ 6 വൈശാലിയും അടുത്ത വർഷം നടക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിച്ചാൽ മാത്രമേ ലോക ചാമ്പ്യൻ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഇപ്പോൾ ലോക ചാമ്പ്യൻഷിപ്പ് ആ ഒരു പട്ടം നേടണമെങ്കിൽ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കണം. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.